മൂന്നാർ വന്നു കഴിഞ്ഞാൽ ചായപ്പൊടി മേടിച്ചുകൊണ്ട് പോകണമെന്ന് നിർബന്ധം അല്ലേ? ഞങ്ങളും പതിവ് തെറ്റിച്ചില്ല. ഞങ്ങളും കണ്ണനദേവൻ ടീ പ്ലാന്റേഷൻസിൽ കയറി ഒരു ചായക്ക് കുടിച്ച് ചായപ്പൊടി മേടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും മൂന്നാറിലേക്കാണെന്ന് തോന്നുന്നു. ഒടുക്കത്തെ തിരക്കായിരുന്നു. കാല് കുത്താൻ കൂടി ഉണ്ടായില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി തിരികെ കയറി അതിൻ്റെ ഉള്ളിൽ കയറി സാധനങ്ങളൊക്കെ നോക്കി. ഇപ്പോൾ ഈ വൈറ്റ് ചോക്ലേറ്റിനൊക്കെ 80 രൂപയാണ് ഗൈസ്. അതിലോട്ടൊന്നും കണ്ടുപോകണ്ട, നീ ഷുഗർ കട്ടല്ലേ എന്ന് ചോദിച്ചാൽ അമ്മ അപ്പം തന്നെ എന്നെ തളർത്തി അവിടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ചായപ്പൊടി നോക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മേനോട് ചോദിച്ചു, വീട്ടിലെല്ലാവരും ഷുഗർ കട്ടല്ലേ, പിന്നെ എന്തിനാ ചായപ്പൊടി മേടിക്കുന്നത്? അപ്പം അമ്മേനോട് പറഞ്ഞു, ഷുഗർ ഇല്ലെങ്കിലും ചായ ഉണ്ടാക്കാൻ പറ്റും, അതിന് പക്ഷേ ചായപ്പൊടി വേണം, അതെങ്ങനെ വിവരം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നെ തളർത്തിക്കളഞ്ഞു. എന്നാലും കൈവിടാണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് മാറി നടന്ന് വേറെ സാധനങ്ങളൊക്കെ നോക്കി. പക്ഷേ എല്ലാത്തിൻ്റെ വില കണ്ട് പണ്ടാരടങ്ങി നിൽക്കുന്ന എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തെടുക്കും എന്നുള്ള കൺഫ്യൂഷനില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും തുടരുന്ന അമ്മേനോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ദൈവം വന്നപ്പോൾ ഇവിടെ പലതരത്തിൽ ഓയിൽ, എന്നാൽ ഇതെങ്കിലും നോക്കാമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലുള്ള ഓയിലൊക്കെ ഇട്ട് കുളിക്കാതെ വന്നിട്ട് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും എന്നെ തളർത്തിക്കളഞ്ഞു. അങ്ങനെ തളർന്ന് അവസാനം എന്ത് അനിയൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു ഡാർക്ക് ചോക്ലേറ്റ് മേടിച്ചു തരുമെന്ന്. പിന്നെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളങ്ങനെ സാധിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചു കൊടുത്തു. അപ്പോൾ അതേ നോക്കിയപ്പോൾ അമ്മമാരൊക്കെ കൂടെ കൊടുക്കത്ത ചർച്ച. എന്താ കാര്യം, ബൈ 3 get 1 ഫ്രീ ആണ്. അപ്പോൾ ഈ 3 ആവശ്യം ഞങ്ങൾക്ക് ഇല്ല ആക്ച്വലി. പിന്നെ എന്തിനാണ് ഈ ബൈ 3 മേടിക്കണമെന്ന്. അവസാനം അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ നാളിനും പല ഫ്ലേവറിലേക്ക് എടുത്ത് ബില്ലൊക്കെ അടിക്കാൻ നിന്ന്. അപ്പോഴേ എൻ്റെ ഡൗട്ടായിരുന്നു, ഈ തിരക്കിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും എടുത്തോണ്ട് പോയാൽ അറിയോ, CCTV എന്തെങ്കിലും കാര്യമില്ല, ഇതൊക്കെ തപ്പ് കണ്ടുപിടിക്കാൻ സമയം എടുക്കില്ലെന്ന്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചേട്ടനെ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണല്ലോ നമ്മളെ വിടണേ.